പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ വീണ്ടും എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നാം 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാം രാജാവിൻ്റെ സേനാധിപതിയായിരുന്ന നയമാൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അനുഭവിച്ച ചില കഷ്ടതകളെക്കുറിച്ച് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. നയമാൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് താൻ കുഷ്ഠരോഗമായിരുന്നു. പലവിധമായ വൈദ്യന്മാരാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ആ രോഗങ്ങൾക്കൊന്നും സൗഖ്യം വന്നില്ല. നയമാനെ കുറിച്ച് അവിടെ വായിക്കുന്നത് താൻ വളരെ പരാക്രമശാലിയായിരുന്നു, താൻ വളരെ ധൈര്യശാലിയും എല്ലാത്തിനും മുൻപന്തി നിൽക്കുവാൻ കഴിവൊക്കെ ഉള്ളവനായിരുന്നുവെങ്കിലും തൻ്റെ ശാരീരികമായി താൻ വളരെയധികം ഭാരം അനുഭവിച്ചൊരു സഹോദരൻ. എന്നാൽ തൻ്റെ ഈ പ്രയാസങ്ങൾക്ക് ഒരു നിലയിലുള്ള പരിഹാരവും കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്നതായ ഒരു ചെറിയ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ അനുസരിച്ച് പ്രവാചകനായ എലീശ പ്രവാചകന്റെ അടുത്തേക്ക് സൗഖ്യത്തിനായി കടന്നു വരുന്ന നയമാനെ കാണാൻ കഴിയും. ആ നയമാൻ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. അവിടെ എടുത്തു പറയത്തക്ക നിലയിലുള്ളൊരു പദം 7 പ്രാവശ്യം. എങ്ങനെയാണ്? ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന എലീശ പ്രവാചകന്റെ അടുത്തേക്ക് എന്ന നയമാൻ കരുതിയിരുന്നത് താൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി പെട്ടെന്ന് സൗഖ്യം കൊടുത്തു വിടുമെന്നാണ്. പക്ഷെ നയമാനോട് പ്രവാചകൻ പറഞ്ഞത് യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങാൻ. ആദ്യം അല്പം വൈമുഖ്യം കാണിച്ചുവെങ്കിലും പിന്നീട് തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് താൻ 7 പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങിപ്പൊങ്ങുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ദാസനായ എലീശയുടെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത അതാണ്. ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. പലവിധമായ പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും പല ആളുകളുടെ അടുത്ത് പോയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാതിരുന്നതായ നയമാൻ സ്ഥാനങ്ങളും മാനങ്ങളും പരാക്രമശാലിയും ഒക്കെ ആയിരുന്നുവെങ്കിലും തൻ്റെ ശരീരത്തിലേറ്റ ഒരു വിഷമകരമായ കാര്യത്തിൽ ഒരിടത്തും ഒരു പരിഹാരം ലഭിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവസാനം ദൈവദാസന്റെ ദൈവ ശുശ്രൂഷകന്റെ അടുത്തേക്ക് വന്ന നയമാൻ ആ പ്രവാചകന്റെ വാക്കുകൾ അനുസരിച്ചു. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൈവാലോചന, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവിക വാക്കുകളെയും എപ്പോൾ നാം അനുസരിക്കുവാൻ നാം സന്നദ്ധരാകുന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശുദ്ധീകരണം ആരംഭിക്കും. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതല്ലോ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തെ അനുസരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. ലോകത്തിലുള്ള ആരെയൊക്കെ ആശ്രയിച്ചാലും, ലോകത്തിലുള്ള ആരെയൊക്കെ നമ്മൾ ഏതൊക്കെ നിലയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരോടൊക്കെ നമ്മൾ അടുത്തു നിന്നെന്ന് പറഞ്ഞാലും നമ്മളുടെ ചില വിഷയങ്ങൾക്കൊന്നും പരിഹാരം ലഭിക്കുകയില്ല. നയമാൻ എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ശരീരത്തിനേറ്റ ഒരു രോഗത്തിന് ട്രീറ്റ്മെന്റ് ലഭിക്കാൻ ആ ദേശത്ത് സാഹചര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ആ ട്രീറ്റ്മെന്റുകളൊന്നും തൻ്റെ ശാരീരിക രോഗത്തിന് സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ പ്രവാചകന്റെ വാക്ക് കേട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഒരു ചെറിയ ബാലന്റെ ശരീരം പോലെ തന്റെ ശരീരമായി തീർന്നെങ്കിൽ അനുസരിക്കുന്നത് ദൈവവൈതലെ ദൈവം നിന്റെ മേലൊരു വിടുതലായിരിക്കും. വാക്കുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നവരാ നമ്മളൊക്കെ. പ്രവാചകന്മാരിൽ കൂടെ ദൂത് കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്, വചനം കേൾക്കാൻ വലിയ താല്പര്യമാണ്, പ്രാർത്ഥിക്കാൻ താല്പര്യമാണ്, ആരാധിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവാചകന്മാർ പ്രവചനത്തിൽ കൂടെ ദൂതുകൾ പറയുമ്പോഴും ആ ദൂതുകളെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ അനുസരിക്കുവാൻ നമ്മൾക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് പല പ്രാവശ്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് വിഷയങ്ങൾ പറഞ്ഞിട്ടും ഇന്നും ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ പറയുന്നു,
ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കുവാൻ സന്നദ്ധരായി തീരും സഹോദരങ്ങളെ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും, ഇന്ന് വരെ മാറാതെ നിൽക്കുന്ന സകല വിഷയങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ശുദ്ധീകരണം സംഭവിക്കാൻ പോകുകയാണ്. മനസ്സിനേറ്റ പാപത്താലുള്ള മുറിവുകൾ, പാപത്താലേറ്റ കുഷ്ഠരോഗ സമമായ ഭാവ സ്വഭാവങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽവേളയിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ശരീരത്തിനേറ്റ രോഗബന്ധനങ്ങൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായ ഒന്നിനു പുറകെ ഒന്നൊന്നായുണ്ടായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും യേശുവിന്റെ രക്തത്താൽ പരിഹരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുസരിക്കുക, ദൈവത്തോട് ചേരുക. ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാൻ സന്നദ്ധരായാൽ ഇന്ന് പകൽവേളയിൽ ദൈവം നിങ്ങൾക്കായി വഴി തുറക്കും. യോർദാൻ നദിയിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ, അനുസരണയോടുകൂടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നയമാന്റെ കുറ്റത്തെ ദൈവം മാറ്റിക്കൊടുത്തെങ്കിൽ നാം ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ അനുസരിച്ച് ദൈവസന്നിധിയിൽ അനുസരണമുള്ള മക്കളായി കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം ലഭിപ്പാൻ ഇടയായിത്തീരും. റോമർ 12:1 പറയുന്നു, സഹോദരന്മാരെ, എന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ പകൽവേളയിൽ നാം കൊടുക്കുന്നതെല്ലാം ദൈവത്തിന് പ്രസാദകരമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചില ശുദ്ധീകരണങ്ങൾ ദൈവം ചെയ്യും. കുടുംബത്തിനകത്ത്, നിന്റെ മക്കളിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ മനസ്സിനകത്ത് ദൈവം ചില ശുദ്ധീകരണങ്ങൾ വരുത്തി ഇന്ന് വരെ പ്രാപിക്കാത്ത ഒരു യൗവനത്വം ദൈവം നിങ്ങളുടെ മേൽ തരാൻ പോകുകയാ. നിങ്ങളുടെ കട്ടത മാറാൻ പോകുന്നു, നിങ്ങളുടെ വേദന മാറാൻ പോകുന്നു, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ പോകുന്നു, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറാൻ പോകുന്നു. ദൈവത്തെ അനുസരിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ കള്ളന്മാരെന്ന് വചനം പറയുന്നു. ആ വിളി കേൾക്കാൻ മനസ്സില്ലാത്തവരാണോ നിങ്ങൾ? ദൈവം നിങ്ങളെ ദൈവമക്കൾ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതേ ദൈവത്തോട് ചേർന്ന് നിങ്ങളുടെ കുറവുകളെ ഇത് പകൽക്കാലം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുസരിച്ച് ശുദ്ധീകരണം ലഭിക്കട്ടെ. ആകയാൽ ഈ വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ല ശുദ്ധീകരണത്തിനായി ഇന്ന് പകൽക്കാലം നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയാണോ കളങ്കമേറ്റ് കിടക്കുന്നത്, എവിടെയൊക്കെയാണോ അതൊരു നല്ല ഒരു പുതിയ അനുഭവം ഉണ്ടാകാതെ വേണം, ശുദ്ധീകരണമില്ലാതെ അശുദ്ധമായി കിടക്കുന്നു, അവിടെയൊക്കെ ദൈവം ശുദ്ധീകരണം വരുത്തി നിങ്ങൾക്ക് ബലം നൽകാൻ പോകുക. എഴുന്നേൽക്കാം, നിങ്ങൾ പോകാം. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ പകൽവേളയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.